ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിൻ്റെ കടുകട്ടിയായിട്ടുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു. ഇന്ത്യക്ക് 50% താരിഫ് ചുമത്തിയപ്പോൾ പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമുണ്ട്, ചൈനയെ കണ്ടുപിടിക്കണം, കാരണം ചൈനയെ ട്രംപിന് പേടിയാണ്, അതുകൊണ്ടാണ് ട്രംപ് ചൈനയ്ക്ക് മേൽ താരിഫ് ചുമത്താത്തത് എന്നാണ്. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ ചൈനയ്ക്ക് 100% താരിഫ് ചുമത്താനായിട്ട് പോവുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 100% താരിഫ് എന്ന് പറയുമ്പോൾ 30% താരിഫ് ഓൾറെഡി ചൈനയുടെ മേൽ അമേരിക്ക ചുമത്തിയിട്ടുണ്ട്. ഈ 100ഉം കൂടെ ചേരുമ്പോൾ ഏകദേശം 130% താരിഫ് ചുമത്തപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US പ്രസിഡന്റ് വെള്ളിയാഴ്ച ചൈനയ്ക്ക് മേൽ ഒരു വലിയ താരിഫ് ബോംബ് തന്നെ വർഷിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. 2025 നവംബർ 1 മുതൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക തീരുവ ചുമത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനർത്ഥം ചൈനയ്ക്ക് മേൽ അതിനകം ചുമത്തിയ 30% താരിഫിന് മുകളിൽ 100% അധിക തീരുവ എന്നാണ്. ഭീഷണിപ്പെടുത്തുന്ന താരിഫുകൾക്കൊപ്പം നവംബർ 1 മുതൽ നിർണായക സോഫ്റ്റ്വെയറുകളിൽ കയറ്റുമതി നിയന്ത്രണങ്ങളും US ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം പതുക്കെ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ചൈനയിൽ തീരുവ ചുമത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ചൈനയുടെ പ്രവർത്തനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ ചൈനയ്ക്കെതിരെ തിരിയാനായി പ്രേരിപ്പിച്ചതെന്നുള്ളതാണ്. ഡിസംബർ 1 മുതൽ അപൂർവ എർത്ത് ധാതുക്കൾ ചൈന കർശന നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചത്. അപൂർവ എർത്ത് ധാതുക്കളുടെ രാജാവാണ് ചൈന. മൊത്തം കയറ്റുമതിയുടെ 90% അവർ കയറ്റുമതി ചെയ്യുന്നു. അതിനാൽ ചൈനയുടെ ഈ തീരുമാനം ലോകത്തിന് ഒരു പ്രതിസന്ധിയാകാം. പരിസ്ഥിതി സംരക്ഷിക്കുകയും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി ഈ ധാതുക്കളുടെ കയറ്റുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ചൈന പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് അപൂർവ എർത്ത് ധാതുക്കൾ നൽകില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യയോടും ചൈന പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് തരും, ഇന്ത്യക്ക് തരും, പക്ഷേ നിങ്ങൾ അത് അമേരിക്കയ്ക്ക് കൊടുക്കരുത് എന്ന് ഉറപ്പ് മേടിച്ചിട്ടാണ് ചൈന ഇന്ത്യക്ക് അത് തരുന്നത്. ചൈനയുടെ ഈ തീരുമാനത്തിന് ശേഷമാണ് ട്രംപ് ചൈനയോട് വലിയ അമർഷം പ്രകടിപ്പിച്ചതും ചൈനയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തിയതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.